അപ്പൂസിൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. ഒരുപാട് വിളിച്ചാലേ എണീക്കത്തുള്ളൂ. അതിന് പിന്നെ രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് പോയാൽ മതി. നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. എഴുന്നേറ്റ് ഉടനെ അപ്പു പ്രാർത്ഥിക്കും. അത് ചെറുപ്പം തൊട്ട് ഞങ്ങളൊരു അവൻ്റെതായ ഒരു കുഞ്ഞു രീതിയിൽ പ്രാർത്ഥിപ്പിക്കുവാണ്. പിന്നെ അപ്പൂന് ഒന്ന് എടുക്കണം. പിന്നെ നടന്ന് പിന്നെ പോകാൻ മടിയാണ്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ അടുത്ത സോഫയിൽ പോയിരിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങും. ഇതൊക്കെ തന്നെ. പക്ഷെ രാത്രി ഉറങ്ങാനും അതുപോലെ തന്നെ മടിയാണ്. സോഫയും കൊണ്ട് ഇരുത്തി കുറച്ച് കഴിയുമ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതാണ്. പിന്നെ അവനെ സ്കൂളിലാണെങ്കിൽ ഞാൻ ദോശ അല്ലെങ്കിൽ ചോറ്, ദോശയുള്ള ദിവസമാണെങ്കിൽ ദോശ അല്ലെങ്കിൽ ചോറ്. ചോറുണ്ടാകാൻ ഭയങ്കര മടിയാണ്. ഇന്നിപ്പം പനീർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഡാഡി മോനും കൂടി പറമ്പിൽ നടക്കാൻ പോയതാണ്. രാവിലെ ചെറിയൊരു വർക്കൗട്ടൊക്കെ ഉണ്ടാവും. എന്നിപ്പോൾ ഇത്തിരി സമയം പോയതിന് വർക്കൗട്ട് ഉണ്ടായില്ല. എനിക്ക് രാവിലെ ഒരു കട്ടൻ ചായ വേണം. അപ്പോൾ പനീർ ഫ്രൈക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പനീർ ഫ്രൈയും പിന്നെ ഞാൻ നേരത്തെ കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ അരച്ചിട്ട് ചേർക്കുമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഫ്രൈ ചെയ്തുള്ളൂ. പിന്നെ മെഴുക്ക് വരട്ടിക്കാണെങ്കിൽ നമ്മുടെ ക്യാരറ്റും ബ്രക്കോളിയാണ്. അതപ്പോഴും ഇഷ്ടമാണ്. അവൻ തന്നെ കടയിൽ പോകുമ്പോൾ ബ്രക്കോളി എടുപ്പിക്കുന്നത്. ഭയങ്കരമായിട്ട് വെജിറ്റബിളിനോടൊന്നും അത്ര താല്പര്യമില്ല. എന്നാലും കുളി കഴിഞ്ഞിട്ടുള്ള മെയിൻ കാര്യം അവനിങ്ങനെ കൊണ്ടുവരണം, എൻ്റെ അടുത്ത് കൊണ്ടുവരണം, വാവയെന്ന് പറയണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെഴുക്ക് വരട്ടി ഞങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തൈര്, മെഴുക്ക് വരട്ടി ഇതൊക്കെയാണ് അപ്പന് കൊടുക്കാറ്. തൈര് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യും. സ്നാക്സിനാണെങ്കിൽ നമ്മുടെ ചെറിയ കപ്പ് കേക്കുമാണ് വെച്ചിരിക്കുന്നത്. അവർക്ക് ഒരു 10:30 സ്നാക്സ് ഉണ്ട്. അപ്പം ഇവിടുന്ന് അവൻ കഴിച്ച് പോകുമ്പോൾ തന്നെ 9:30 പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കൊടുക്കത്തുള്ളൂ. പിന്നെയും ഹെവി ആയിട്ടുള്ള സ്നാക്സ് കൊടുത്തു വിടാറില്ല. പിന്നെ ചോറ് കഴിക്കണമെങ്കിൽ ഈ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാണ്ട് അവൻ കഴിച്ചോളും. ആ സ്പൂണിൽ കോരി കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് സ്പൂണൊക്കെ കൊടുത്തുവിടും. തൈര് എല്ലാ ദിവസവും ചോറ് കൊടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തൈര് കൊടുക്കും. പനീർ ഫ്രൈ ആകുന്നുള്ളൂ. അങ്ങനെ പനീർ ഫ്രൈയും മെഴുക്ക് വരട്ടിയും ചോറും. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഡൈനോസറിനെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവനും ഒരാഗ്രഹം. അങ്ങനെ എല്ലാം റെഡിയായി. ഇന്നിപ്പം കുറച്ച് ലേറ്റുമായി. ക്ലാസ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പം ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പോകുന്നതിന് മുമ്പ് അപ്പോൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന മസ്റ്റാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് ഒരുങ്ങും. അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നുമല്ല, ഇങ്ങനെ വാരി വിടുന്ന പോലെയല്ല. പിന്നെ മുമ്പൊരു സമാധാനത്തിന് വാരി വിടുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ അതൊക്കെ കുളമാക്കും. അവനിങ്ങനെ വാരി കൊടുത്താലൊന്നും നിൽക്കത്തില്ല. പിന്നെ അവിടെ മുടിയും അങ്ങനെ നിൽക്കത്തില്ല. ഇവിടെ സ്കൂൾ ഒരുപാട് ദൂരം ഇല്ലാത്തതുകൊണ്ട് ബൈക്കിനാണ് പോകുന്നത്. അവനെല്ലാത്തിനും ഒത്തിരി പേടിയാണ്. എല്ലാം ഇങ്ങനെ പിടിച്ചേ ചെയ്യത്തുള്ളൂ. ബൈക്കിൽ കയറാൻ പോലും പേടിയായിരുന്നു. ഇപ്പം എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ ബൈക്കാണ് ഇഷ്ടം. കാർ അത്ര ഇഷ്ടമല്ല. ഇതാണ് ഒരു കുഞ്ഞു വ്ളോഗ് അപ്പൻ്റെ.